സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത്. 2 ഗ്രാമങ്ങളെ അടക്കം വിഴുങ്ങിക്കൊണ്ടാണ് ഈ ഒരു ഉരുൾപൊട്ടൽ വലിയ നാശം വിധിക്കുകയും ചെയ്തത്. ആ സമയത്ത് ദുരന്തമുഖത്തേക്ക് ആദ്യം ഓടിയെത്തിയവരിൽ പ്രധാനികളാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകൾ. എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഇവരെല്ലാം തന്നെയായിരുന്നു ആദ്യ സമയത്ത് ഈ ചൂരൽമലയെ ബന്ധിക്കുന്ന ആ പാലം ഒഴുകിപ്പോയപ്പോൾ അവിടെ പ്രത്യേകം സിപ്പ് ലൈൻ തയ്യാറാക്കി മെഡിക്കൽ സംഘത്തെ അപ്പുറത്തേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ കൊച്ചുകുട്ടികളെ പോലും തിരികെ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളുകളാണ് ഇവർ നിൽക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ഓർത്തെടുക്കുന്നത്? നമ്മൾക്ക് ഈ ചൂരൽമല പ്രദേശത്ത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് കൽപ്പറ്റ ഫയർ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ വന്ന ആ സെക്കൻഡിൽ തന്നെ അവിടുന്ന് വാഹനങ്ങളും ജീവനക്കാരും ടേൺ ഔട്ട് ആവുക. അതിനെ തുടർന്ന് ബത്തേരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവരം അറിയിക്കുകയും അവരെല്ലാവരും പോകുന്നു. പക്ഷേ ഈ ഫസ്റ്റിലത്തെ ഒരു പൊട്ടൽ ഉണ്ടായ സമയത്താണ് ആ പ്രദേശത്തുള്ള മുണ്ടക്കൈ ഭാഗത്തുള്ള ആളുകൾ വിളിച്ചറിയിക്കുന്നത്. അറിയിച്ച ആ സമയത്ത് തന്നെ അവിടുന്ന് വന്നു. പക്ഷേ ഈ വരുന്ന പ്രദേശങ്ങൾ മുഴുവൻ, റോഡുകൾ മുഴുവൻ മരങ്ങൾ വീണ് ബ്ലോക്കായി സഞ്ചാരയോഗ്യമല്ലാത്തൊരു ഇതായിരുന്നു. ആദ്യത്തെ നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളത്. അങ്ങനെ അത് ആ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റി കൊണ്ടാണ് ഈ ചൂരൽമല അങ്ങാടിയിലേക്ക് നമ്മളെ രക്ഷാപ്രവർത്തകർ എത്തുന്നത്, ഫസ്റ്റ് ടീം എത്തുന്നത്. ആ സമയത്ത് ഇവിടെ നാട്ടുകാർ മാത്രമാണ്, ഈ കരയിലുള്ള നാട്ടുകാരും അപ്പുറത്തുനിന്ന് കൂട്ടക്കരച്ചിലും മറ്റുള്ളതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഈ മരങ്ങൾ മുറിച്ച് മാറ്റുന്ന സമയത്ത് തന്നെ മുറിച്ചു മാറ്റുന്ന സമയത്ത് തന്നെ രണ്ടാമത്തത് പൊട്ടിക്കഴിഞ്ഞു. അപ്പൊ അതാണ് ഒരു ഭീകരമായിട്ട് വന്നൊരു സംഭവം. അത് കഴിഞ്ഞ് ഇവിടെ ഈ സമയത്ത്, അതായത് ആദ്യം ഉരുൾപൊട്ടിയ സമയത്ത് ഈ പാലത്തിന് കേടുപാടുകൾ ഉണ്ടായില്ല. ആദ്യത്തെ പൊട്ടലിന് സമയത്ത് പാലത്തിന് കേടുപാടുകളില്ല. അപ്പം അത് നമ്മള് കൃത്യമായിട്ട് ആ പ്രദേശങ്ങൾ അറിയുന്ന ആളുകളാണ് കൽപ്പറ്റ ഫയർ സ്റ്റേഷനിലുള്ള ആളുകൾ. അപ്പോൾ അവര് വന്ന സമയത്ത് ആ പാലം രണ്ടാമത്തെ ഉരുൾപൊട്ടൽ കഴിഞ്ഞു. അപ്പോഴാണ് ഈ ചൂരൽമല അങ്ങാടി മുഴുവൻ വെള്ളം ചളി ഉൾപ്പെടെ വരികയും, അപ്പൊ ഇവർക്ക് പരിചിതമുള്ള മേഖല ആയതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് ആ പാലം ഉൾപ്പെടെ അക്കരയ്ക്ക് കടക്കണം. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കുള്ള ഒച്ചത്തിലുള്ള നിലവിളികളും എല്ലാമാണ് കേൾക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് കടക്കണമെങ്കിൽ ഈ പുഴ കുത്തിയൊലിച്ച് പോകുന്ന രീതിയിലാണ്. അപ്പോൾ നിലവിൽ ഈ ഭാഗത്തുള്ള ആളുകളെ മൊത്തം മാറ്റുകയും അവസാനം അത്രയ്ക്ക് പ്രയാസപ്പെട്ട് അക്കരെ കയറാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് മൂന്നാമത്തെ പൊട്ട് വരുന്നത്. അതോടുകൂടെ നമ്മൾ ആ ഭാഗത്തുള്ളവർ എല്ലാവരും ജീവനക്കാർ ഉൾപ്പെടെ ഓടി മാറുക ചെയ്തത്. അപ്പോൾ അതങ്ങോട്ട് കഴിയലും പിന്നെ പെട്ടെന്ന് നേരെ കയറി അവിടെ ഉള്ളിൽ അപ്പുറം കടക്കാൻ ശ്രമിച്ച് അങ്ങനെ അക്കരെ എത്തി നോക്കുന്ന സമയത്ത് നമ്മളെ ടീം എല്ലാവരും കൂടി അവിടെ എത്തുന്ന സമയത്ത് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 2-3 ജീപ്പ് അവിടെ ബാക്കിയായിരുന്നു. അവിടെ അവരുടെ ജീപ്പ് പരിക്ക് പറ്റാതെ. അപ്പൊ അതില് അവിടെ മാറി നിൽക്കുന്ന ആൾക്കാരെയും പരിക്ക് പറ്റിയ ആളുകൾ ഉൾപ്പെടെ അതിൻ്റെ അകത്ത് കുത്തി നിറച്ച് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. ആ സമയത്ത് അവരെ ഇങ്ങോട്ടേക്ക് കടത്തണം എന്നുണ്ടെങ്കിൽ, കാരണം ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, സാധാരണയായി പറയുന്ന പോലെ ഒരു ഉരുൾപൊട്ടൽ നടന്നു, അത് ഒരു 40 മിനിറ്റിന് ശേഷം രണ്ടാമത്തെ പൊട്ടും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നമ്മൾ ആളുകളോട് സംസാരിക്കുന്ന സമയത്തും അവരങ്ങനെയാ പറയുന്നത്. അവര് ഉരുൾപൊട്ടൽ സമയത്ത് ആദ്യത്തെ പൊട്ടിയ സമയത്ത് ആ മുണ്ടക്കൈ ഭാഗത്തുള്ളവരെല്ലാവരും പേടിച്ചുകൊണ്ട് ഓടി ഉയരത്ത് മാറി നിന്നു എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പൊട്ടിയപ്പോൾ അതുൾപ്പെടെ പോയതാണ് കൂടുതലായിട്ട് ഇതിനകത്ത് ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. പിന്നെ കാണുന്നത് ശവശരീരം അപ്പുറം ഇപ്പുറം മനുഷ്യ ശരീരം ഇങ്ങനെ ചെതറിക്കിടക്കുന്നതാണ്. അപ്പോൾ അതെടുക്കണോ അല്ലെങ്കിൽ നമ്മുടെ ആളുകളെ രക്ഷപ്പെടുത്തണോ എന്നുള്ള ശരിക്കും ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അന്ന് ഫസ്റ്റിൽ പോയ ആളുകൾ മാറിയിട്ടില്ല എപ്പോഴും. കാരണം അവരൊരാകെ ഒരു അന്താളിച്ച അവസ്ഥ. പ്രത്യേകിച്ച് ഞങ്ങൾ ഫയർ റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരാണ്. ഞങ്ങളിത് ഇത്തരം ഇതിനെക്കാട്ടും ഭീകരാവസ്ഥയിലൊക്കെ നമ്മൾ കാണുന്നതാണ്, പല ആക്സിഡന്റിലും പലതിലും പെട്ടു. പക്ഷെ ഇതേപോലെ ഒരു രംഗം നമുക്ക് ആദ്യമായിട്ടാണ്. പിന്നെ ഒന്നാമത് അപ്പം പുതുതായിട്ട് സർവീസ് കയറിയ ആളുകളുണ്ട്. അപ്പം അതിനെ തുടർന്ന് മറ്റുള്ള നിലയങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും എല്ലാവരും ആ സമയത്ത് ആളുകളൊക്കെ എത്തി. അപ്പം ഉടനെ നമ്മളെ കയ്യിലുള്ള ഒരു ആയുധം, അത് ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ കെട്ടിടങ്ങളിലെ മുകളിലൊക്കെ കയറാൻ ഉപയോഗിക്കുന്ന ലേഡറാണ്, അലൂമിനിയം ലേഡറാണ്. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പറ്റാവുന്ന ഒരു സ്ഥലത്ത് പൊതുവെ പുഴയിൽ വീതി കുറഞ്ഞ ആ സമയത്ത് രൂപപ്പെട്ടതാണ് ആ വീതി പുഴ. അപ്പോൾ അതിന് കുറുകെ നമ്മൾ ലേഡർ, നമുക്ക് ആ സമയത്ത് ഫസ്റ്റിൽ വന്ന ടീമിന് തോന്നിയ ഒരു ബുദ്ധിയാണ്. പെട്ടെന്ന് നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ ചെയ്യാം. പെട്ടെന്ന് ഞങ്ങള് ഒരു 6 പേര് ഒരു സ്പോട്ടിലേക്ക് എത്തുമ്പോൾ ഒരു അത്രയും പ്രതീക്ഷയോടെയാണ് അപകടത്തെ പറ്റിയ ആളുകൾ വിളിക്കുന്നത്. ആ സ്പോട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ 6 പേർക്ക് എന്താണോ തോന്നുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് ഒരു കമാൻഡിനൊന്നും അന്നേരം കാത്തു നിൽക്കാനുള്ള സമയമൊന്നുമില്ല.
ആ 6 പേര് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കുന്നത്. ഇതുവരെ അത് പരാജയപ്പെട്ടിട്ടില്ല. അതിന്റെ ഉദാഹരണമാണ് സ്ലിപ്പ് ലൈൻ പാലം എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ നമ്മൾ ആളുകളെ കൊണ്ടുവരികയും മറ്റുള്ള ഇപ്പം വന്ന ആർമി ഉൾപ്പെടെ ആ പാലം വഴിയാണ് അക്കരെ എത്തിയത്. പിന്നെ അതിനുശേഷമാണ് ബെയിലി പാലം എല്ലാം വരുന്നത്. പക്ഷെ ഈ ഒരു ഭീകരാവസ്ഥ, ആളുകൾക്ക് പരിക്ക് പറ്റിയും ആളുകൾ ഇപ്പോൾ ഒരു ചളിയിൽ പൂണ്ട് കിടക്കുന്ന ഒരാളെ ബത്തേരി സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിബിൻ ദാസ് രക്ഷപ്പെടുത്തി. നിബിൻ ദാസും ടീമും. ഇതിലൊരാളെ പേര് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ടീം വർക്കാണ്, ടീമാണ്. നമ്മൾ അവിടേക്ക് ഉപയോഗിച്ചതും ഈ ലാഡറാണ്. ലാഡർ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ആ ചളിയിൽ അത്രയ്ക്കും ആഴത്തില് മീറ്റർ കണക്കിന് ഇതിലുള്ള ചളികളിൽ കൂടെ നമ്മൾ ഈ ലാഡർ പിടിച്ചുകൊണ്ടാണ് പോയത്. അപ്പൊ നമുക്ക് എന്താണോ ആയുധം കിട്ടുന്നത് അത് വെക്കുക എന്നുള്ളത്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് പല ടീമുകളായിട്ട് ഇതിന്റെ അകത്ത് ഫോം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫയർഫോഴ്സ് ആണ്. അതിനെ കുറിച്ചുള്ളതാണ്. കാരണം പല ടീമുകളുണ്ട്. ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ടീമുണ്ട്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് അത്രയും പരിചിതമല്ല എന്ന് തോന്നുന്നു. കാരണം ഈ മാധ്യമപ്രവർത്തകർക്ക് പോലും അത്രയും പരിചിതമല്ല. കാരണം നമ്മൾ എപ്പോഴും പറയുമ്പം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എന്ന് പറയും, അതിൽ ഏത് വിഭാഗമാണ് എന്നുള്ള കാര്യം ഒരുപക്ഷെ ഈ മുങ്ങൽ വിദഗ്ധമായ സംഭവം വരുമ്പോഴാണ് നമ്മൾ സ്കൂബ ടീം എന്നുള്ള കാര്യം അറിയത്തുള്ളൂ. പക്ഷേ മറ്റു വിഭാഗങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ ഒരു സിപ്പ് ലൈനിൽ കൂടി ഒരു കുട്ടിയെ കൊണ്ടുവരുന്ന, കുട്ടിയെ ഇക്കരയ്ക്ക് എത്തിക്കുന്ന ആ ഒരു രംഗം ഉണ്ടായിരുന്നു. എവരെയും കണ്ണീരലിയിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളായിരുന്നു. അതായിരുന്നു ആ ഒരു കൊണ്ടുവന്ന. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ ഈ സർവീസിൽ നമ്മൾ 5000-ഓളം ജീവനക്കാരാണ് ഇതിനകത്തുള്ള, ഓഫീസേഴ്സ് ഉൾപ്പെടെ. ഈ 5000-ഓളം ജീവനക്കാരിൽ പെടുന്ന ആളുകളാണ് ഈ വിഭാഗങ്ങളൊക്കെ. പലരും ഇപ്പം പോലീസിലൊക്കെ തണ്ടർ ബോൾട്ട് എന്ന് പറയുമ്പോൾ തണ്ടർ ബോൾട്ട് അവരെ ജോലി മാത്രം ചെയ്താൽ മതി. മിലിറ്ററിയിലാണെങ്കിൽ പല വിഭാഗങ്ങൾ. പക്ഷെ ഫയർഫോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 5000 ആളുകളെ വെച്ചിട്ടാണ് എല്ലാ പരിപാടിയും നടത്തുന്നത്. അപ്പൊ അത് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ്. അതിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു വിഭാഗമാണ് ഇപ്പോൾ പാലക്കാട് മലയില് ബാബു കുടുങ്ങിയ സമയത്താണ് സർക്കാർ നിർദ്ദേശപ്രകാരം STF രൂപീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കും STF പോകാൻ താല്പര്യമുള്ള ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ STF പോകാനുള്ള പേരുകൾ കൊടുക്കും. അപ്പൊ അതനുസരിച്ച് ഇപ്പോൾ ട്രെയിനിങ് ആയിട്ട് STF രൂപീകരിച്ചു. ആ STF അതിന്റേതായ രീതിയിൽ അവർക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് റോപ്പ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള ടീം. പിന്നെ അതേപോലെ സ്കൂബ. ഈ സ്കൂബ എന്ന് പറയുമ്പോൾ വെള്ളത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് സ്കൂബ സെറ്റും അതിന്റെ ഡ്രസ്സും കാര്യങ്ങളായിട്ട് വരുന്നു. വെള്ളത്തിലെ രക്ഷാപ്രവർത്തനം നടത്തി അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ വന്ന അടുത്ത കോള് ഫയർ കോൾ ആണെങ്കിൽ ഇവര് തന്നെയാണ് പോകുന്നത്. പറഞ്ഞാൽ എല്ലാം അറിഞ്ഞിരിക്കണം ടീമാണ്. അപ്പോൾ സ്കൂബയ്ക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. റോപ്പ് റെസ്ക്യൂ വിഭാഗമുണ്ട്. റോപ്പ് റെസ്ക്യൂല് സ്കൂബയില് ഉള്ള ആളുകളുണ്ട്, പിന്നെ സ്കൂബയില് റോപ്പ് റെസ്ക്യൂലുള്ള ആളുകളുണ്ട്. അപ്പൊ റോപ്പ് റെസ്ക്യൂലും ഒരു ടീം. അതേപോലെ മൗണ്ടനറിങ് ട്രെയിനിങ്, അതിലും അതേപോലെ തന്നെ ആളുകൾ. ഇവരെല്ലാവരും സ്റ്റേഷനിലുള്ള ആളുകൾ എല്ലാവരും താല്പര്യമുള്ള ആളുകൾ അങ്ങനെ അനുസരിച്ച് ട്രെയിനിങ് ചെയ്തുകൊണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇതനുസരിച്ച് ഓരോരോ വിഭാഗമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അതനുസരിച്ച് അത് പ്രായോഗികമല്ല. കാരണം ഇതിന്റെ അകത്തുള്ള എല്ലാവരും തന്നെ സ്കൂബ ഡൈവേഴ്സ് ആവണം, എല്ലാവരും മൗണ്ടനറിങ് കഴിയാവുന്ന ആളായിരിക്കണം, എല്ലാവരും റോപ്പ് റെസ്ക്യൂ ചെയ്യുന്ന ആളായിരിക്കണം. ഈ രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പൊ ഈ റോപ്പ് റെസ്ക്യൂ വഴിയാണ്, സ്ലിപ്പ് ലൈൻ പാലം വഴിയല്ല കുട്ടീനെ കരയ്ക്ക് എത്തിച്ചത്. ഈ റോപ്പ് റെസ്ക്യൂ വഴിയാണ്, റോപ്പ് വഴിയാണ് നമ്മൾ പിന്നെ സാധനം കരുതിച്ചത്. അപ്പൊ അത് സർക്കാർ നമ്മളെ റോപ്പുമായിട്ട് ബന്ധപ്പെട്ട റോപ്പ് റെസ്ക്യൂവിനുള്ള സംഭവങ്ങൾ മൊത്തം നമുക്ക് അനുവദിക്കുകയും ഡിപ്പാർട്ട്മെന്റ് അതനുസരിച്ച് നമ്മളെ വിയ്യൂര് ഫയർ അക്കാദമിയിൽ ട്രെയിനിങ് നടത്തി കൃത്യമായിട്ട് അതെല്ലാം കഴിഞ്ഞു. അവര് ട്രെയിൻ ചെയ്ത് വന്ന ആളുകൾ മറ്റുള്ള നിലയത്തിലുള്ള ആളുകൾക്കും കൂടെ ട്രെയിനിങ് കൊടുത്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരുന്നത്. ഈ റോപ്പ് റെസ്ക്യൂ നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിലും റോപ്പ് റെസ്ക്യൂ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതിന് യാതൊരു പ്രശ്നങ്ങളും അതിനകത്തില്ല. അപ്പൊ ആ ഒരു സമയത്ത് അവിടെ ആ കുഞ്ഞിനെയും മറ്റുള്ള ആളുകളെയും എന്താ പറയുക പരമാവധി വേഗത്തിൽ ഇക്കരെ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് റോപ്പ് റെസ്ക്യൂവിലുള്ള സ്കൂബ ഡൈവറും കൂടിയായ നിഖിൽ എന്റെ കൂടെ തന്നെ ഉണ്ട്. ആ നിഖിലാണ് ആ ഒരു റോപ്പ് റെസ്ക്യൂ നടത്തിയത്. അപ്പോൾ ഇതിൽ നമ്മൾ പല ഡെമോ ക്ലാസ്സുകൾ, കോളേജുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, നമ്മൾ എല്ലാവരെയും രക്ഷാപ്രവർത്തകരാക്കുന്നതിന്റെ ഫലമായിട്ടാണ്. മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരം സംഘടനകൾ കാണാൻ കഴിയില്ല. എന്താ പറയുക, ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു 10 എല്ലാവരും തന്നെ നമ്മൾ ഇതിന്റെ അകത്തുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ എല്ലാവരും തന്നെ അധ്യാപകരും കൂടിയാണ്. കാരണം അങ്ങനെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബോധവൽക്കരണം മൊത്തമായിട്ട് എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. അത് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഹോസ്പിറ്റലിലെ ICUവിൽ പോയിട്ട് മോതിരം അഴിച്ചു കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരാണ്. അപ്പൊ അതനുസരിച്ച് അതിൽ നമുക്ക് അങ്ങനെ വൈദഗ്ധ്യം കിട്ടിയതാണോ എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. അതൊക്കെ ഒരു മനക്കരുത്ത് കൊണ്ട് ചെയ്തു പോവുക. അപ്പൊ ഇത്തരം ട്രെയിനിങ്ങുകൾ ഉൾപ്പെടെ, ക്ലാസ്സുകൾ ഉൾപ്പെടെ, ബോധവൽക്കരണം ഉൾപ്പെടെ, രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പൊ നമ്മുടെ സ്കൂൾ കുട്ടികളെ ഉൾപ്പെടെ അതിനകത്തേക്ക് രക്ഷാപ്രവർത്തനം, ഒരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു
ഇത് ഒരാളെ മനസ്സിൽ വേണം. അല്ലാതെ ഒരാള് കിടക്കുന്ന ആളെ പരിക്ക് പറ്റി കിടക്കുന്ന ആളെ കാണാതെ പോകുക എന്നുള്ളതല്ല. അപ്പൊ അങ്ങനെ ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇത്തരം സംഘടനകൾ ഉൾപ്പെടെ വരുന്നത്. ഈ സംഘടനകളോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, അവർക്ക് എല്ലാവർക്കും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ആളുകളെ പരിക്ക് പറ്റിയപ്പോൾ ഇവിടെയൊക്കെ നട്ടല് പരിക്ക് പറ്റിയ ആളുകൾ ഇപ്പം പലതും കാണാം, നമ്മൾ പൊതുവായിട്ട് എടുത്ത് പിടിച്ച് വലിച്ചൊക്കെ ചുരുട്ടിയൊക്കെ കൊണ്ടുവന്നു. അത് മാത്രം മതി ഇയാൾ മരണപ്പെട്ടു പോയി. അപ്പൊ നട്ടലിന് പരിക്ക് പറ്റിയ ആളെയൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട്. അത് നമ്മളെ ആളുകൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും ഇയാൾക്ക് എവിടെയാണ്, എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്. അപ്പൊ അത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടും, ഇയാൾക്ക് നട്ടലിന് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ അടുത്ത് ഇങ്ങനെ മടക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ആളുകൾ എടുക്കുന്നവരെ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇയാൾക്ക് പരിക്ക് പറ്റും. അതുകൊണ്ട് ആ രീതിയിലേ നമ്മൾ എടുക്കാറുള്ളൂ. അതാണ് അതിന്റെ ഒരു സംഭവം. അതുകൊണ്ട് ഇത്തരത്തില് വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണിത്. പിന്നെ ഇതൊന്നും പറയുന്നത് പബ്ലിസിറ്റിക്ക് അല്ല എന്നുള്ളത് അത് വേറൊരു യാഥാർത്ഥ്യം. കാരണം നമ്മൾ ആരെയും തേടിപ്പോയി ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു ശൈലി നമുക്കില്ല. നമ്മൾ സാധാരണയായിട്ട് ഏറ്റവും ആദ്യം എത്തുന്ന സർക്കാർ സംവിധാനം. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങളുടെ സേവനം എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതെല്ലാവരും മറക്കില്ല. ഒരിക്കലും പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ പറയില്ല എന്ന് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കറിയാം. എന്തായാലും നമുക്ക് ആ ഒരു സിപ്പ് ലൈനിന്റെ അതിലേക്ക് തന്നെ വരാം. നിഖിൽ അല്ലെ, ആ ഒരു നിമിഷത്തെ എങ്ങനെയാണ്? ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം ഇവിടെ എത്തി വന്ന സമയത്ത് ശൈൽ സാർ പറഞ്ഞ പോലെ ഒരു ഭയാനകമായ ഒരവസ്ഥയായിരുന്നു. രണ്ട് കരയ്ക്കും തമ്മിലുള്ള ഏക പാലമായിരുന്നു അവിടെ ചുരൽമല ഉണ്ടായിരുന്നത്. ആ പാലം പൊളിഞ്ഞു പോയി. ഈ സമയത്ത് നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് രക്ഷാപ്രവർത്തകർ എത്തണം. അവിടുന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചു പറയുന്നുണ്ട്. ഇക്കറുള്ള ആൾക്കാർ പറയുന്നുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മളെ റോപ്പ് റെസ്ക്യൂ ടീം ഇവിടുന്ന് അങ്ങോട്ട് റോപ്പ് എൻകറേജ് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് രക്ഷാപ്രവർത്തകരെയും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളും അതേപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർ ആ ഒരു സമയത്ത് പറഞ്ഞാൽ അവർ ഫുഡ് പോലും കഴിക്കാണ്ട്, ഒരു ഉച്ച വരെയുള്ള സമയം വരെ ഫുഡ് പോലും കഴിക്കാണ്ട്, ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ ഫുഡ് കഴിക്കാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഫുഡും അങ്ങനെയുള്ള, പിന്നെ അതേപോലെ തന്നെ ഡോക്ടേഴ്സിന്, നേഴ്സിന്, അവരുടെ എമർജൻസി ആയിട്ടുള്ള വേണ്ടുള്ള ഫസ്റ്റ് എയ്ഡുകൾ എല്ലാം നമ്മളെ റോപ്പ് റെസ്ക്യൂ വഴിയാണ് നമ്മൾ അവിടേക്ക് എത്തിച്ചത്. അപ്പം നമുക്കിവിടെ ആ ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ഈ ജില്ലയിലുള്ള എല്ലാ, അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള പല ജില്ലയിൽ നിന്നുള്ള റോപ്പ് റെസ്ക്യൂ ടീം ഇവിടെ പെട്ടെന്ന് തന്നെ എത്തി. അപ്പോൾ ഈ ടീമാണ് നമ്മൾ റോപ്പ് റെസ്ക്യൂ വഴി നമ്മൾ ഈ ഒരു ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അക്കരയ്ക്ക് എത്തുന്നത്. ഇവിടുന്ന് അങ്ങോട്ടൊരു രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണം, അവിടെ മുണ്ടക്കയിൽ ആൾക്കാർ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ഒരു ഹൈഡ്രോളിക് എന്ന് പറഞ്ഞ ഉപകരണമുണ്ട്. ഈ ഉപകരണമായിട്ടാണ് ഞാൻ അക്കരയ്ക്ക് പോയത്. ഉപകരണമായിട്ട് അക്കരയ്ക്ക് പോയ സമയത്ത് പിന്നെ നമ്മുടെ ടീം അവിടെ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഉപകരണം അവരെ കയ്യിൽ കൊടുത്ത സമയത്ത് അവർ നേരെ എടുത്തിട്ട് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയി. അപ്പോൾ പിന്നെ നമ്മൾ അവിടെയുള്ള നമ്മളെ ടീമിനെ കൂടെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിന് മുന്നേ തന്നെ നമ്മളെ ടീമായിട്ട് ഇവർ ഈ ഡോക്ടർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കുട്ടീനെ അക്കരയ്ക്ക് എത്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു സമയത്ത് നിങ്ങളെ ഇവിടെ വന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം വെച്ചാൽ അവിടെ അത്രയും കോടയായിട്ടും പിന്നെ അതേപോലെ ഫുഡ് പോലും കഴിക്കാത്ത ഒരവസ്ഥയാണ് ആൾക്കാർ. അപ്പോൾ ഈ ചെറിയ കുട്ടീനെ ഡോക്ടർ പ്രയോറിറ്റി പ്രകാരം മാത്രമാണ് നമ്മൾ ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പരിക്ക് പറ്റിയ ആൾക്കാർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആ സമയത്താണ് ഈ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ചെറിയ കുട്ടീൻ്റെ വിഷയമുണ്ട്, കുട്ടീനെ എത്രയും പെട്ടെന്ന് തന്നെ അക്കരയ്ക്ക് എത്തിക്കേണ്ടതാണ്, കുട്ടീൻ്റെ ഉമ്മേനെയും പെട്ടെന്ന് തന്നെ അക്കരയ്ക്ക് എത്തിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ടീമായിട്ട് നമ്മളെല്ലാവരും കൂടി ആലോചിച്ചു. ഈ അത്രയും സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ട ഒരു കാര്യമാണല്ലോ, അത്രയും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ അത്രയും ഒരു 3 മാസം മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടീനെ അക്കരയ്ക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാളിച്ച പോലും ഉണ്ടാവരുത്. അപ്പോൾ ആ ടീം, ഞങ്ങൾ ആ ടീമിൽ, നമ്മളെ ആ റോപ്പ് റെസ്ക്യൂ ടീമിൽ അല്ലെങ്കിൽ നമ്മളെ ഈ സ്റ്റേഷനുകളിൽ നിന്ന് വന്ന ടീമിൽ, അവിടെ ഉണ്ടായിരുന്ന ആ ടീമിൽ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മളത് ഏറ്റെടുത്തത്. അതേപോലെ തന്നെ നമ്മളെ കുട്ടീനെ അക്കരയ്ക്ക് എത്തിക്കാൻ നോക്കിയത്. ആദ്യം തന്നെ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടീൻ്റെ ഉമ്മേനെ അപ്പുറത്ത് എത്തിക്കാനായിരുന്നു. അപ്പോൾ കുട്ടീൻ്റെ ഉമ്മേനെ അപ്പുറത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉമ്മേനെ നമ്മൾ റോപ്പിൽ ആങ്കർ ചെയ്ത് അവരെ, അപ്പോൾ ഉമ്മേനോട് നമ്മൾ ചോദിച്ചിട്ടോ, ഉമ്മ എന്തെങ്കിലും പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞില്ല, പേടിയൊന്നുമില്ല. അപ്പോൾ വെച്ചാൽ 2 മാസം പ്രായമായ ഒരു കുട്ടീനെ അല്ലെങ്കിൽ 3 മാസം പ്രായമായ ഒരു കുട്ടീനെ നമ്മളെ കയ്യിൽ ഒരു ഉമ്മ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ പറഞ്ഞാൽ ആ ഉമ്മയ്ക്ക് നമ്മളെ അത്രയും വിശ്വാസമാണ്. നമ്മൾ ചോദിച്ച സമയത്ത് ഉമ്മ പറഞ്ഞ കാര്യം അതാണ്, നിങ്ങൾ ഫയർഫോഴ്സുകാരെ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കും അതൊരു പ്രചോദനമായി. അപ്പോൾ ഈ സമയത്ത് നമ്മളെ ടീം ആദ്യം തന്നെ ഉമ്മേനെ സുരക്ഷിതമായിട്ട് അക്കരെ എത്തിക്കുകയും പിന്നെ രണ്ടാമതായിട്ട് നമുക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ കുട്ടീനെ എത്തിക്കുകയാണ്. അങ്ങനെ ഞാനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ, ഞാനല്ലെങ്കിൽ വേറെ ആരും നമ്മുടെ ടീമുള്ള ആരെങ്കിലും ചെയ്യുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത് ഈ കുട്ടീനെ നമ്മൾ സുരക്ഷിതമായിട്ട് ഡോക്ടർ കണ്ടായിരുന്നോ? കുട്ടിയെ പോയി കണ്ടില്ല. അപ്പോൾ കുട്ടീനെ നമ്മൾ എടുത്തു റോപ്പിൽ ഞങ്ങൾ അക്കരയ്ക്ക് എത്തിക്കാനും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വൈകാരികമായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടാവുന്ന പല വികാരങ്ങളും ഉണ്ടായിപ്പോയി. കാരണം വെച്ചാൽ നമ്മൾ കുട്ടീനെ ചേർത്ത് പിടിച്ചു പോയി.
കുട്ടി ഒരിക്കലും യാതൊരു കാരണവശാലും താഴ്ത്ത് വീഴരുത് എന്നുള്ള നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പം 100% ഈ സംവിധാനത്തിന് സേഫാണെന്ന് നമുക്കറിയാം. എന്നാലും മനുഷ്യൻ എന്നുള്ളൊരു ഇതുണ്ടായതുകൊണ്ട് വൈകാരികമായിട്ട് നമ്മൾ ആ കുട്ടീനെ മുറുക്കി ചേർത്ത് പിടിച്ചു പോയി. അപ്പോൾ നമ്മൾ അക്കരെ എത്തിയ ശേഷം ആണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ശ്വാസം എനിക്ക് വീണത്. ഈ സമയത്ത് നേരെ നമ്മുടെ ടീമിന്റെ കയ്യിൽ തന്നെ ഈ കുട്ടീനെ കൊടുക്കുകയും ഇവർ നേരെ നേഴ്സിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അത് ആ ടീമിലുള്ള ഒരു വിശ്വാസമാണ്. അത് ഇവിടെ വന്നുള്ളത് അവരെല്ലാവരും നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, ഇപ്പോൾ 8 ദിവസം പൂർത്തിയാവുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഏത് തരത്തിലായിരിക്കും നിങ്ങൾ ഈ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നത്? കാരണം ഇനി എങ്ങനെയാണ് ഈ ഒരു തെരച്ചിൽ നടത്താൻ പോകുന്നത്? അത് ഇനി അങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് വകുപ്പ് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് സാറുമായിട്ട് സംസാരിച്ചപ്പം അവര് അത് ആലോചനയിലാണ്. അപ്പൊ അത് അവര് തരുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അവർ അതിന്റെ പ്ലാനിങ് തയ്യാറാക്കുന്നുണ്ട്. അതായത് ഇപ്പം നിലവിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ പോയി പരിശോധന നടത്തുന്നുണ്ട്. കാരണം അവിടെയൊക്കെ മണ്ണും ചെളിയും ഒപ്പം തന്നെ വലിയ പാറക്കല്ലുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുക. അപ്പൊ ഈ ഏകദേശം എനിക്ക് തോന്നുന്നു 20 മുതൽ 40 അടിയോളം മണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇവ പൂർണ്ണമായും നീക്കം ചെയ്ത് പരിശോധിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു അല്ല, അത് നമുക്കുള്ള നിർദ്ദേശം ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്കൊരു ബ്രീഫിംഗ് തരാറുണ്ട്. അപ്പൊ അത് വകുപ്പ് ഡയറക്ടർ ജനറൽ അവர்களுം ഡയറക്ടർ നൗഷാദ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നിരുന്നു. അപ്പൊ അതനുസരിച്ച് ഇവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇവിടെ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥർ അബ്ദുൾ റഷീദ് സാറ്, രജി സാറാണ്. അപ്പൊ അവരത് തയ്യാറാക്കി ഇന്നിപ്പോ അന്വേഷിച്ചപ്പോൾ അതിന്റെ രീതിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം അത് എല്ലാ ഓഫീസർമാരെയും മീറ്റിംഗ് നടത്തും ഞങ്ങളുടെ വകുപ്പിൽ തന്നെ. ആ മീറ്റിംഗ് നടത്തിയതിലുള്ള തീരുമാനം രാവിലെ നമ്മളോട് ബ്രീഫിംഗിൽ പറയും ഇന്നെന്ന രീതിയിലാണ് ഇന്നത്തെ വർക്ക്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇത് എന്ന് നിർത്തും എന്നുള്ളതൊക്കെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഓരോ സോണാക്കി തിരിച്ചുകൊണ്ട് ഓരോ സോണിലേക്ക് 30ഓളം ജീവനക്കാർ ഉൾപ്പെടെയുള്ള ടീമായിട്ടാണ് തന്നത്. അപ്പൊ ആ സോണ് നമ്മൾ അരിച്ചു പെറുക്കുകയാണ്. അത് എന്ത് വില കൊടുത്തും ഏത് പാർട്സ് ആയാലും വേണ്ടില്ല, ബോഡി പാർട്സ് ആയാലും വേണ്ടില്ല, എങ്ങനെയായാലും പരമാവധി കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് കുറച്ച് ഹൈ റിസ്ക് ഉള്ള സംഭവങ്ങളാണ്. പല സ്ഥലത്തും അങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. അപ്പൊ അത് വലിയ രീതിയിൽ ഇപ്പം പൊതുവെ അന്ന് ചെളിയായി കിടക്കുന്നതെല്ലാം പാറ പോലെ ഉറച്ചു കഴിഞ്ഞു. അപ്പൊ അതെല്ലാം ആ ഒരു രീതിയിലേക്ക് മെയിനായിട്ട് മെഷീനറി വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ സാധ്യമാവുള്ളൂ. പിന്നെ വലിയ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ പാറകള്, വലിയ അത്രയ്ക്കുള്ള മരങ്ങളെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി. പക്ഷെ ഇതിന്റെ അകത്തുള്ള അവസ്ഥ എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല. അത് നമ്മൾ ഓരോ സോൺ തിരിച്ചുകൊണ്ട് പരിശോധനയാണ് നടക്കുന്നത്. എന്തായാലും പരമാവധി നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരാളെ പോലും മണ്ണിനടിയിൽ ഇടാതെ ഞങ്ങൾ സാധാരണയായിട്ടും ചെയ്തത് അങ്ങനെ തന്നെയാണ്. പുത്തുമലയായാലും ആ രീതിയിലേക്ക്. അപ്പം സർക്കാർ നിർദ്ദേശം എങ്ങനെയാണോ വരുന്നത് അത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വകുപ്പ് അറിയിക്കുന്നതനുസരിച്ച് നമ്മൾ പോകും. നമ്മളോട് ഓരോ ദിവസം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇന്ന് ഒരു ടീം വരുന്നു. അപ്പം നിലവിൽ ഇവിടെയുള്ള ടീം തിരിച്ചു പോകും. അതേപോലെ കോട്ടയം, പാലക്കാട്, പിന്നെ അതേപോലെ തൃശ്ശൂർ, കോഴിക്കോട്, പിന്നെ കാസർഗോഡ് എല്ലാവരും ഒരു ടീം 3 ദിവസമാണ് ഇവിടെ ഡ്യൂട്ടി എടുക്കുന്നത്. അപ്പൊ ആ 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ വന്നതിന് ശേഷം മാത്രമാണ് ഇവർ മാറുന്നത്. അപ്പൊ എല്ലാ ദിവസവും 7 മണിക്ക് പിന്നെ ഒരു 600 ആളിലും മേലെ ഉള്ള ജീവനക്കാർ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് തുടക്കം മുതൽ ഇപ്പോഴും വരെ. അപ്പൊ അത് തുറന്നുകൊണ്ട് പോവാണ്. അതിനെ കുറയ്ക്കാനുള്ള ഒരു തീരുമാനമൊന്നും നിലവിൽ ഇതുവരെ നമുക്ക് അറിയിച്ചിട്ടില്ല. അത് അറിയിക്കുന്ന മുറയ്ക്ക് ആയിരിക്കും. അത് വകുപ്പ് പറയുന്നതനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ ഗ്രാജുവലായിട്ട് അങ്ങ് നടക്കും. തീർച്ചയായും എന്തായാലും അവർ പറയുന്ന പോലെ തന്നെ ഒരാളെ പോലും, അതായത് മണ്ണിനടിയിൽ ഒരാളെ പോലും അവശേഷിക്കാതെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. അത്തരത്തിൽ ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കൃത്യമായി തന്നെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ ദുരന്തമുണ്ടായപ്പോൾ മുതൽ തന്നെ ഇപ്പോൾ ഇതുവരെ ഉള്ള സമയത്ത് കൃത്യമായ ഇടപെടലുണ്ട്. മറ്റ് ഭാഗത്തു നിന്ന് എല്ലാ യൂണിറ്റുകളിൽ നിന്നുമുള്ള അംഗങ്ങളെത്തി ഈ രക്ഷാപ്രവർത്തനത്തിനും ഒപ്പം തന്നെ ഈ തെരച്ചിലുമായി ഒക്കെ തന്നെ നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 വയനാട്.